സീതേച്ചി. ആ മനോഹര. അപ്പൊ തറവാട്ടിൽ അടിക്കലും പാരലപ്പോ സീതേച്ചി തന്നെ. ഒന്നും പറയണ്ട എന്റെ മനോഹര. ആൺകുട്ടികളെ ഭാര്യമാരെ തറവാട്ടിൽ നിർത്താണ്ട് കൂടെ കൊണ്ടുപോകാൻ നോക്കുമ്പോഴേ ഈ പണിയൊക്കെ പിന്നെ വേറെ ആര് ചെയ്യും? എന്നെ ഇപ്പൊ ഇവിടുത്തെ വേലക്കാരത്തിയാക്കി ഇരിക്കണല്ലോ. അപ്പൊ ഷാഹിര മുതലാളി ഗൾഫിൽ പോകുന്നതില് സീതേച്ചിക്കും പ്രതിഷേധം ഉണ്ടല്ലേ? വേറെ ആർക്കും ഇവിടെ പ്രതിഷേധം? അത് പറയാ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഷാഹിര മുതലാളിയെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചാ. എന്താടാ കാര്യമുണ്ട്, വിളിക്കുക. ഷാഹിനെ, ഷാഹിന, മോളേത് മനോഹരം വന്നിരിക്കുന്നു, ഒന്നിങ്ങോട്ട് വന്നേ. ആ അവളിപ്പോ വരും. പിന്നെ എന്തൊക്കെയുണ്ട് മനോഹര വിശേഷങ്ങള്? വിശേഷങ്ങൾ മൊത്തം തറവാട്ടിലല്ലേ. വീടുത്തെ വിശേഷങ്ങൾ ഞാൻ അറിയണമെങ്കിൽ നാട്ടുകാര് പറയണം. കാലം പോയൊരു പോക്ക് ഒരു വിലയില്ലട്ടായി എനിക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഫോൺ വിളിക്കുന്നല്ലാതെ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. കൂടുതൽ ലോകമൊന്നും വേണ്ട. അമ്പിളി മുതലാളിടത്തേക്ക് പോകുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു മനോഹരേട്ടാ. അല്ല മനോഹരേട്ടൻ എങ്ങനെ അറിഞ്ഞു? അമ്പിളിക്ക് വിളിച്ചു പറഞ്ഞല്ലേ? ഞാൻ എങ്ങനെ അറിയാൻ വേണ്ടിട്ട്, ഷാഹിനെ മുതലാളിനായിട്ട് തിരക്കല്ലേ അമ്പിളി മുതലാളിക്ക്. ഒന്ന് ഫോൺ ചെയ്തൂടെ എന്നാ? അതെ, ചിലപ്പോ എന്റെ ടിക്കറ്റും വിസയൊക്കെ ശരിയാക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. അതായിരിക്കും ഫോൺ വിളിക്കാൻ പറ്റാഞ്ഞേ. ആയിക്കോട്ടെ, ഒരു പരാതിയും പരിവും ഇല്ല എനക്ക്. ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അത് അമ്പിളി മുതലാളിക്ക് കൊടുക്കണം. എന്താ മനോഹരേട്ടാ? അല്ല ചിപ്സ് ഓലുവ അങ്ങനെ ആയിരിക്കും. അതെ, മൈസൂർ പാക്ക്, ചിപ്സ്, ഇതൊക്കെ കൊടുക്കല്ലേ എനക്ക് പണി. ഉണ്ടാടുന്ന തിന്നണ്ട ഒറ്റ കാര്യം എനിക്കില്ലോ. നല്ല ചൂടിലാണല്ലോ. കേബിൾ ഓഫീസിൽ നിന്ന് എന്റെ രാജിക്കത്ത്. അല്ല മനോഹരേട്ടാ, ഇത് എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഇത് കൊടുക്കണം. ഇത് അമ്പിളി മുതലാളിയുടെ മുഖത്തേക്ക് വലിച്ചെറിയണം. ഞാൻ ഇവിടുന്ന് ഗൾഫിലേക്ക് പോയി വലിച്ചെറിഞ്ഞാൽ കിട്ടൂല്ലോ. ഏതായാലും പോന്നല്ലേ, പിടിക്ക്. അല്ല മനോഹരേട്ടാ, എനിക്കത് മേടിക്കാൻ പറ്റില്ല. മേടിക്കണം, ഇതെന്റെ തീരുമാനമാണ്, എന്റെ രാജിയാണ്. മേടിക്ക്. രണ്ട് കൈ കൊണ്ട് നീട്ട്, മേടിക്ക്, പിടിക്ക്. ഗുഡ് ബൈ. അല്ല മനോഹര, നീ ഇപ്പൊ എന്തിനാ രാജിവെക്കുന്നത്? അത് വേറെ ജോലി വല്ലതും കിട്ടി കാണും, അല്ല എന്താ? ഒന്നുമല്ല, ഈ ഷാഹിന മുതലാളിയും അമ്പിളി മുതലാളിയും പോയിട്ട് ഞാൻ എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യുന്നു? എനിക്ക് പറ്റൂല. എനിക്കൊരു ഉത്തരവാദിത്വം എടുക്കാൻ പറ്റൂല. എനിക്കൊന്നും പറ്റൂല. ആദ്യം അമ്പിളി മുതലാളി പോയി, ഇതാ പിന്നെ പയ്യെ പോയി ഞാൻ പോകുന്നു. പിന്നെ ഞാൻ എങ്ങനെ എടുക്കും? എനിക്ക് പറ്റൂല. എനിക്ക് ഓഫീസ് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. മനോഹരേട്ടാ, ഞാൻ സ്ഥിര താമസത്തിന് പോകുന്നതല്ല, 3 മാസത്തേക്ക് പോകുന്നു, എന്നിട്ട് ഞാൻ വരും. അതെ, ഇതെന്നെ അമ്പിളി മുതലാളി പറഞ്ഞു. പോകുന്ന പറഞ്ഞാൽ വന്നോ? ഇതാ ഇതിപ്പം പോകും, വരില്ല. 2 മുതലാളിയാണോ, ഞാൻ ഒറ്റക്ക്. എന്റെ മനോഹര, ഈ തിരക്ക് പിടിച്ച് രാജിവെച്ച് പോവല്ലേ? ഞാനില്ലേ നിന്റെ കൂടെ സഹായത്തിന്? ഈ ഒറ്റ കാരണത്തിലാണ് ഞാൻ പെട്ടെന്ന് രാജിവെച്ച് പോകുന്നത്. അറിയാം, ഞാൻ പോവും. മനോഹര, നീ അങ്ങനെ രാജിവെച്ച് പോവല്ലേ? ഞാൻ രാജിവെച്ച് പോലായി. അമ്മേ, അത് കുഴപ്പമില്ല. മനോഹരേട്ടൻ അത്ര നിർബന്ധമാണെങ്കിലേ പോയിക്കോട്ടെ. മനോഹരേട്ടൻ അതിനുള്ള യോഗം ഇല്ലാന്ന് കരുതിയാ മതി. എന്താന്ന്? അല്ല, ഇനിയിപ്പൊ ഞാൻ നാട്ടിലില്ലല്ലോ. അപ്പൊ എന്റെ ജോലി ഭാരം കൂടെ മനോഹരേട്ടൻ ഏറ്റെടുക്കണമല്ലോ. അപ്പൊ മനോഹരേട്ടന്റെ ശമ്പളത്തിൽ ഒരു 2000 രൂപയുടെ കൂട്ടാനായിരുന്നു എന്റെ തീരുമാനം. മനോഹരേട്ടൻ അതിന് യോഗം ഇല്ല. 2000 രൂപ എനിക്ക് കൂട്ടിത്തരണ? ഇതൊന്നും പറഞ്ഞിട്ടല്ലോ നേരത്തെ. അതിനെ കേബിൾ ഓഫീസിന്റെ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാൻ നിങ്ങൾ എന്നെ സമ്മതിച്ചോ? ചാടി കയറി വന്ന് രാജിക്കത്ത് തന്നില്ലേ? അപ്പൊ എനക്കൊരു തീരുമാനം പറയാനുണ്ട്. ഈ രാജി ഞാൻ റദ്ദ് ചെയ്തിരിക്കുന്നു. അങ്ങനെ റദ്ദാക്കാനൊന്നും പറ്റില്ല, ഇത് ഞാൻ സ്വീകരിച്ചു. അല്ല ഷാഹിന മുതലാളി, അത് 2000 കൂട്ടിത്തരുന്നോണ്ടല്ല. നമുക്കൊരു കേബിൾ ഓഫീസ് ഉണ്ട്, അത് അന്തസ്സായി ഉയർച്ചയിന് മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഞാൻ ഏറ്റു. എന്റെ ജീവൻ അതിനെ അർപ്പിച്ചു കഴിഞ്ഞു. അത് തന്നെ തിരിച്ചിട്ട് ആയിക്കോട്ടെ, ഞാൻ തിരിച്ചു തന്നെ. അത് വേണ്ട നമുക്ക്. ആകോട്ടെ, എന്ത് രാജി? നമുക്ക് ഗംഭീരമായിട്ട് കേബിൾ ഓഫീസ് നടത്തണം. ആര് ഷാഹിന മുതലാളിയോ അമ്പിളി മുതലാളിയോ ഒന്നും വേണ്ട. ഞാനുണ്ട്, മനോഹരനുണ്ട്. സത്യം, ശമ്പളം കൂട്ടിത്തന്റെ അഡ്വാൻസ് തരുന്നുണ്ട് തന്നെ എന്ന് ചില്ലറേറ്റ്. അതെ, ശമ്പളം കൂട്ടിത്തരുമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നിരിക്കും, അതിന് അഡ്വാൻസ് ഒന്നുമില്ല. അത് കറക്റ്റ് ആയിരിക്കും. എന്നാ മനോഹരം വെക്കോ? ഓ, അവിടേക്ക് അവിടേക്ക് ശരിയാ. അല്ല, എന്റെ ഒരു കത്തുണ്ട്, എന്റെ രാജിക്കത്ത്. ചിലപ്പോ മുതലാളി സ്വീകരിച്ചാലോ?
അമ്മേ 2000 രൂപ കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേ രാജിക്കത്ത് എടുത്തോണ്ട് പോയണ്ട. പാവണ്ടടി, അമ്പിളി ഉണ്ടായിരുന്നപ്പോ അവന്റേന്ന് ചീത്തേക്കും, ഇപ്പൊ നിന്റേന്ന് ചീത്തേക്കും. എന്നാലും പിന്നെയും മുതലാളി മുതലാളി എന്ന് വിളിച്ച് കേറി വരുന്നുണ്ടല്ലോ ഡി. പാവം ചെറുക്കൻ. അതെ, എനിക്ക് എത്രയാ എന്ത് ശമ്പളം കൂട്ടി തരുന്നത്? മാമയുടെ ശമ്പളത്തിന്ന് 2000 കട്ട് ചെയ്തിട്ടാ മനോഹരന് കൊടുക്കാൻ പോണേ. അതങ്ങനെ ശരിയാവും? എന്റെ ശമ്പളത്തിന് 2000 രൂപ കട്ട് ചെയ്താ മനോഹരന് കൊടുക്കേണ്ടത്? അവിടെ ചോദിക്കാം. ഞാനെന്ത്? ആ എന്റെ സുലു, നീ ആ കടയിൽ കിടന്ന് കറങ്ങാതെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ആ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടില്ലേ? ഓ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കെ, എന്തൊക്കെ മേടിച്ചു കൂട്ടിയാലും 20 കിലോ സാധനങ്ങളെ നമുക്ക് ഗൾഫിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ആ ബാക്കി എയർപോർട്ടിൽ അവരെല്ലാം കൂടെ എടുത്ത് ദൂരെ കളയും. ആണ് നീ മതിയാക്കി ഇങ്ങോട്ട് വാ. ശരി. മജീദ് എവിടെയായിരുന്നു? ഇവിടെ എന്തൊക്കെ ഒരുക്കങ്ങൾ നടക്കാണ്ട് അതിനിടയ്ക്ക് എങ്ങോട്ടാ മുങ്ങിയേ? മുമ്പ് എവിടെ വാപ്പാ? ഒന്നും പറയണ്ട, ഞങ്ങളെ മോക്ക് കൊടുത്തുവിടാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയതാ. അവൾ എന്റെ കൂടെ ഈ പഠിക്കവരെ വന്നതാ. അപ്പോഴെന്തോ മേടിക്കാൻ മറന്നു നമ്മൾ തിരിച്ചൊരു ഓട്ടം. തിരിച്ചു പോയാ? ആ കടയിൽ കിടന്ന് തപ്പിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരും. ഒരു പ്രത്യേകതരം സ്വഭാവ. അവക്ക് എത്ര കൊടുത്താലും കിട്ടിയാലും തൃപ്തി ആവത്തേ. ഇന്നാളെ തന്നെ നമ്മുടെ വീട്ടിന്റെ അപ്പുറത്തെ ജാനുല്ലേ, ഇവിടെ പൂര തെറി വിളിക്ക. എത്ര കിട്ടിയിട്ട് അവക്ക് തൃപ്തി ആവുന്നില്ല. വീണ്ടും ചെല്ലും, അവരെന്ന് മേടിക്കും, വീണ്ടും ചെല്ലും. ഇവിടെ അമ്പിളി ദുബായിക്ക് പോകുമ്പോ ഇവിടെ എല്ലാവർക്കും സങ്കടമായിരുന്നു. പക്ഷെ ഷായന് പോകുമ്പോ എല്ലാവർക്കും സന്തോഷാ. ഇപ്പൊ മജീദിക്കാൻ ഭയങ്കര സന്തോഷത്തിലല്ലേ? അപ്പുണ്ണിയേട്ടാ, അപ്പൊ ഞാൻ പോകുമ്പോ ഇവിടെ ആർക്കും സങ്കടമില്ലേ? ഉണ്ടോ? ആരും ഒന്നും സങ്കടമില്ലെന്ന്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. സത്യം പറഞ്ഞ ഇനി എന്റെ മോളെ കാണാൻ എത്ര നാളെടുക്കും. മറ്റത് എപ്പോ വേണമെങ്കിലും ഓടി വന്ന് കാണായിരുന്നു. എന്നാലും വാപ്പാ, അതിന് ഞാൻ വിസിറ്റിംഗ് വിസയല്ല പോന്നേ, അല്ലാതെ സ്ഥിരതാമസത്തിന് പോകുന്നല്ല. വേഗം നിങ്ങൾ വരൂലേ? ആ കൊറേ കാലം ഒന്നും നിക്കൂല, വേഗം വരൂല്ലേ? ആ അതെ, എന്താ ഈ കവറില്? ഇതൊരു പർദ്ദയാ. അവിടെ ചെല്ലുമ്പോ പർദ്ദ ഇടണം. അവിടെ പറന്നിടണോ? ആണോ? അപ്പൊ അവിടെ അമ്പിളി പറത്തിട്ടാ നടക്കണേ? അപ്പുണ്ണി, അമ്പിളി പർദ്ദ ഇടണ കാര്യമല്ല, സ്ത്രീകള് പർദ്ദ ഇടണം. എന്റെ വാപ്പാ, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ പർദ്ദ അവിടെ നിർബന്ധമൊന്നുമില്ല. അല്ല, എന്നാലും ഇരിക്കട്ടെ, ഒരാവശ്യം വന്നാൽ ഉപയോഗിക്കാമല്ലോ. പിന്നെ വേറൊരു കാര്യം, ടിക്കറ്റിന്റെ കാര്യം എന്തെങ്കിലും അമ്പിളി പറഞ്ഞായിരുന്നോ? അതിന്ന് വൈകിട്ടത്തേക്കൊക്കെ ശരിയാവും അമ്പിളിക്ക് പറഞ്ഞേ. ആണല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യണം, ടിക്കറ്റ് വന്നാൽ ഉടൻ അതിന്റെ ഒരു പ്രിന്റ് എടുത്ത് പാസ്പോർട്ടിനകത്ത് ഇടയ്ക്ക് ഇങ്ങനെ വെക്കണം. എന്തിനാന്നോ? അപ്പുണ്ണി, നമ്മള് ഗൾഫിൽ പോകുമ്പോ ഒരു കാര്യം എപ്പോഴും മറന്നു പോകും. ഭക്ഷണമല്ല, ഈ പാസ്പോർട്ടും ടിക്കറ്റും. നമ്മള് മറന്നു. ഇതില്ലാതെ നമ്മൾ വെപ്രാളത്തിൽ അങ്ങോട്ട് ചെല്ലും, ഇതില്ലെങ്കിൽ അകത്തോട്ട് കയറ്റി വിടില്ല. അതുകൊണ്ട് ഇതിന്റെ ഒരു പ്രിന്റ് എടുത്ത് പാസ്പോർട്ടിനകത്ത് വെച്ച് ബാഗിന്റെ മേളിൽ തന്നെ വെച്ചേക്കണം. എന്റെ വാപ്പ, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഇപ്പൊ ഫോണിലുണ്ടെങ്കിൽ അത് കാണിച്ചാ മതി. എന്റെ കുഞ്ഞ്, നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ ഈ ഫോണിൽ ടിക്കറ്റിന്റെ കോപ്പി കൊണ്ടുപോകുമ്പോ ഈ ഫോണിന്റെ ചാർജ് തീർന്ന് ഓഫായി പോയപ്പോ നീ എങ്ങനെ കാണിക്കും? അതെങ്ങനെ ഫോണിൽ ചാർജ് തീർന്നത്? ഞാൻ ചാർജ് ആക്കിയിട്ടല്ലേ പോവാ, ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് ചാർജ് ആക്കാമല്ലോ. അതാക്കാം. എന്നാ ചിലപ്പോഴും ധൃതിക്ക് അങ്ങോട്ട് പോകുമ്പോ ഇത് താഴെ വീണ് ഇതിന്റെ ഡിസ്പ്ലേ അങ്ങനെ പൊട്ടിപ്പോയാൻ തീ. അങ്ങനെ ഒന്നും വരൂല, ഞാൻ സൂക്ഷിച്ചോളാം. സൂക്ഷിച്ചാ കൊള്ളാം. മജീക്ക, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോ. മജീക്ക ഒരുപാട് തവണ വിമാനത്തിലേക്ക് കയറിയല്ലേ? പിന്നെ എത്ര തവണ? 18 ടൈംസ്. അതെ, ഈ വിമാനം ഇങ്ങനെ ആകാശത്തൂടെ പറക്കുമ്പോഴേ പെട്ടെന്ന് കേടായെന്ന് വിചാരിക്കുക. ഇത് എവിടെ ഇട്ടിട്ട് നന്നാക്കുക? ആകാശത്തില് വർക്ക്ഷോപ്പ് ഉണ്ടോ? അത് ശരിയാണല്ലോ. എവിടുന്നാ നന്നാക്ക വാപ്പ? ഒരുപാട് തവണ വിമാനത്തിൽ കയറിയ ആളല്ല പറ. അപ്പുണ്ണി, ഒരു കാര്യം ഞാൻ പറയാം. കുഞ്ഞൊരു വഴിക്ക് പോകാൻ നിൽക്കുമ്പോ ഇങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കരുത് കേട്ടോ. അല്ല വാപ്പ, പറയാ. അപ്പുണ്ണിക്കോ ഇരുളും വെളിവും ഇല്ല, നിനക്കും ഇല്ലാണ്ടായോ? അതൊന്നല്ല, ഇത് കേടായുണ്ടല്ലോ, ആകാശത്ത് വർക്ക്ഷോപ്പ് ഒന്നും ഇല്ല. പിന്നെ നേരെ ഒരു പോക്ക് താഴോട്ട് കൊണ്ട് പോരും. ചുമ്മാ അങ്ങനെയൊന്നുമില്ല. ഇതൊന്നും കേടാവത്തില്ല, ഒന്നുമില്ല. അങ്ങനെയൊന്നും പേടിക്കണ്ട കേട്ടോ. നമ്മുടെ വിശ്വാസമാണ് കേടാവൂല എന്നുള്ളത്. ഷായിന, പാപ്പയ്ക്കൊരു ചായ എടുത്തേ. അല്ല, അതിന് ഉത്തരം പറ. പറയാം, ചായ കുടിച്ചോണ്ട് ഉത്തരം പറയാം. ഇതോടെ കൊണ്ടുവച്ചോ. ഉത്തരം വേണ്ടേ? വാ, പറഞ്ഞുതരാം. ഫലക് സുഖമാണോ? ഫലക് സുഖമാണോ? ഫലക് സുഖമാണോ? മാഫി മുഷ്കിൽ, കുഴപ്പമില്ല. മാഫി മുഷ്കിൽ, കുഴപ്പമില്ല. അത് പഠിച്ചേക്കാം. ജീപ്പ് അഖിൽ ഭക്ഷണം കൊണ്ടുവരും.
ജി അഖിൽ, ജി അഖിൽ, അമ്പിളിക്ക ജി അഖിൽ, അമ്പിളിക്ക ഭക്ഷണം കൊണ്ടുവരും. അത് കൊള്ളാം. മോളെന്തായി പിറുപിറുക്കണേ? അതമ്മേ, ഞാനേ കുറച്ച് അറബി വാക്കുകൾ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. പണ്ട് മദ്രസയിൽ പോയപ്പോ കുറച്ചെന്താ പഠിച്ചു, അതാണെങ്കിൽ ഞാൻ മറന്നും പോയി. ഇനിയിപ്പോഴേ ഞാൻ ഗൾഫിൽ പോകുമ്പോ എന്തായാലും അറബിയിൽ സംസാരിക്കേണ്ടി വരുമല്ലോ, അതിനൊന്ന് കുറച്ച് വാക്കുകൾ നോക്കി വെക്കുമായിരുന്നു. അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ്, നീ ആദ്യമായിട്ടല്ലേ വിമാനത്തിൽ കയറി പോകാൻ പോണത്? അതെ. അത് ആലോചിക്കുമ്പോ അമ്മയ്ക്കൊരു ആദ്യ പോലെ. ആരെങ്കിലും പരിചയക്കാര് കൂടെ ഉണ്ടായിരുന്നെങ്കിലേ ഒരു സമാധാനം ഉണ്ടാവുമായിരുന്നു. എന്റെ അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ഇവിടുന്ന് എയർപോർട്ട് തൊട്ട് അവിടെ എത്തണ വരെയുള്ള കാര്യങ്ങൾ അമ്പിളിക്ക് എനിക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആണോ? എടി, അപ്പൊ ഈ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? അതൊക്കെ ഫ്ലൈറ്റിൽ തന്നെ കിട്ടുമെന്ന് അമ്പിളിക്ക പറഞ്ഞത്. പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 3-3.5 മണിക്കൂർ അവിടേക്കെന്ന് അമ്പിളിക്ക പറഞ്ഞേ. ഫ്ലൈറ്റിലാണെങ്കിലേ സിനിമ കാണാനുള്ള സൗകര്യം ഉണ്ടെന്ന്. ഓ, അപ്പൊ നമ്മളിങ്ങനെ സിനിമയൊക്കെ കണ്ടു തീരുമ്പോഴേക്കും അവിടെ എത്താറാവും. ആണല്ലേ? എന്നാ നന്നായി. അതെ, നീ അവിടെ ചെന്ന സന്തോഷത്തിന് അവൻ കാശൊക്കെ കൂടുതൽ ചെലവാക്കും. മോള് വേണം അവനെ നിയന്ത്രിച്ച് പൈസയൊക്കെ ചുരുക്കി ചെലവാക്കിക്കാൻ, കേട്ടോ? അതെന്നോട് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? അമ്പിളിക്കയുടെ കടങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞൂടെ അമ്മ? എടി, അതൊക്കെ നിനക്ക് അറിയായിരുന്നെങ്കിൽ പിന്നെ ഈ യാത്ര അങ്ങോട്ട് ഒഴിവാക്കായിരുന്നില്ലേ? ആ കാശ് കൊണ്ട് ഏതെങ്കിലും ഒരു കടോ ബാധ്യത തീർക്കായിരുന്നല്ലോ. അമ്മേ, അതൊന്നും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഞാൻ അമ്പിളിക്കയുടെ അടുത്ത് പോവാതിരുന്നാലേ ആ ഒരു സന്തോഷം നഷ്ടപ്പെട്ടു പോവില്ലേ? പിന്നെ ഈ കടങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വരെ കാത്തിരുന്നാലേ ചിലപ്പോ ഇതിനൊന്നും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാ അമ്മ പറയാനുള്ള പറഞ്ഞു. നീ നിന്റെ തത്വജ്ഞാനൊന്നും വിളമ്പണ്ട. പിന്നെ അമ്മേ, ഞാനേ ഗൾഫിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരുമല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ചാനലില് എന്റെ യാത്രാനുഭവം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ചെയ്യണം. എടി, അതൊക്കെ എല്ലാരും ചെയ്യണതല്ലേ? അങ്ങനെ എല്ലാരും ചെയ്യുന്ന പോലാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ നിന്റെ പ്രത്യേകത എന്നാല്? അതെ, അമ്മ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ ഉത്തരം പറയും. ഗൾഫിൽ പോയ ഞാനും ഗൾഫിൽ പോവാതെ ചോദ്യം ചോദിക്കുന്ന അമ്മായിയമ്മയും. അതെങ്ങനെയുണ്ട്? അത് വെറൈറ്റി ആയിരിക്കുമല്ലേ? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൊള്ളാം കൊള്ളാം, എന്തായാലും കൊള്ളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ പോകുമ്പോ ഞാനൊരു ലിസ്റ്റ് തരും. അതിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് ഇങ്ങോട്ട് വന്നാല് ഈ പടി ഇങ്ങോട്ട് കേറണ്ട, പറഞ്ഞേക്കാം. അതൊക്കെ ഞാൻ ഏറ്റെന്റെ കോട്ടിലെ പാട്ട് സീതാലക്ഷ്മി. ഏറ്റാ മതി. എന്നാ ഇന്ദിറോ എനിക്ക് പഠിക്കാനുണ്ട്. എന്താന്ന്? ഇന്ദിറോ എന്ന് വെച്ചാല്? എന്നാ അമ്മ ഇനി പൊക്കോ, എനിക്ക് അറബി പഠിക്കാനുണ്ട്. ഓ, നിന്റെ ഒരു അറബി. ഞാൻ പൊക്കോളാം, മോള് പഠിച്ചോ. ഇന്ദിറു. നോമ്പും ഒറ്റന്നെ കാത്തിരിക്കും വാഴ കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്, ചാമ്പയ്ക്കുണ്ടുള്ള ചെമ്പനിർക്കവിളുള്ള ചാട്ടൂളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴി. എന്ത് നല്ല പാട്ടായിരുന്നു പുണ്യ അതൊക്കെ, അല്ലേ? അല്ലെങ്കിലും നല്ല പാട്ടുകളൊക്കെ പഴയ പാട്ടുകളാമേ. ഇപ്പത്തെ പാട്ടിനൊന്നും ഒരു ചൊവ്വയില്ല. ശരിയാട്ടാ. അമ്മേ, ഈ പശുക്കള് ബദാം തിന്നുവോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അതെ, ഷായിന ദുബായി പോവല്ലേ, വരുമ്പോ നമുക്കൊക്കെ എന്തെങ്കിലും കൊണ്ടുവരല്ലോ. അപ്പൊ നന്ദിനിക്ക് രമണിക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ പറയണ്ടേ? നന്ദിനിക്ക് രമണിക്കും ബദാം കൊടുക്കാനാ? എന്തേ? ഏടാ, അതൊക്കെ ഭയങ്കര വിലയുള്ള സാധനങ്ങളാണ്. അതങ്ങനെ കലക്കി കൊടുക്കാനൊന്നും പറ്റില്ല. എന്നാ വേണ്ട. എന്നാ പിന്നെ ഈ ദുബായിലേക്കുള്ള ഒട്ടകങ്ങൾ തിന്നണ പിണ്ണാക്കുണ്ടാവോ? അത് മേടിക്കാൻ പറഞ്ഞാലോ? പോടാ അവിടുന്ന്. അവര് പിണ്ണാക്കാണോ തിന്നണേ? പിന്നെ എന്താ തിന്നുക? അല്ല പുല്ലെങ്ങാനും ആയിരിക്കും. അമ്മേ, മരുഭൂമിയിൽ എവിടെയാണ് പുല്ല് തീക്കണേ? ഈ ഒട്ടകങ്ങളുടെ കാര്യമൊക്കെ കഷ്ടാട്ടമ്മേ. കഴിഞ്ഞ ദിവസേ ഷായിനെനിക്ക് ഒരു വീഡിയോ കാണിച്ചു മൊബൈലില്. അപ്പൊ കൊറേ ഒട്ടകങ്ങൾ മരുഭൂമി കൂടെ ഇങ്ങനെ നടക്കുക. എത്ര ദൂരം നടക്കണ, വെള്ളവും ഇല്ല ഭക്ഷണവും ഇല്ലാണ്ടൊക്കെ നടക്കുക. എനിക്ക് സങ്കടമായി കണ്ടിട്ട്. അവട്ടിലൊക്കെ കേരളത്തിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, എത്ര പുഴയുണ്ട്, എത്ര കുളമുണ്ട്, കിണറ്റിലും വെള്ളമില്ലേ, ഒന്നും കുടിക്കാൻ പറ്റില്ല, പാവം. ഇവിടെ ആയിരുന്നെങ്കിലേ വെള്ളം കുടിച്ചു കുടിച്ച് വയറ് നിറഞ്ഞ് ഇങ്ങനെ പൊങ്ങി നിൽക്കണ തലയൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ തുമ്പിക്കൈ പോലെ താഴോട്ട് വന്ന് ആന പോലെ ആവും. അപ്പോ
ദുബായിലൊക്കെ ഉള്ള ഒട്ടകങ്ങൾ ഇവിടെ വന്നിട്ടാണ് ആനയായത്. ഒന്ന് പോയെന്റെ അപ്പുണ്ണി, വെറുതെ പൊട്ടത്തരം പറയാണ്ട് താഴെടുത്ത് കുടിക്ക്. ഓരോ സംശയങ്ങളാണ്. എന്താ അമ്മയും മോനും കൂടി കുശലം പറഞ്ഞോണ്ടിരിക്കണേ? അമ്മാവ ഇരിക്കി. അതേ, ഷായനേനെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ അമ്മാവൻ വരില്ലേ? ഏയ്, ഞാൻ വന്നാൽ ശരിയാവില്ല. അവിടെ സാറാമ്മയുടെ ഒന്നും ഇല്ലാത്തോണ്ടേ എവിടെയും മാറി നിൽക്കാൻ പറ്റില്ല. കണ്ടോമ്മേ, ഇതിപ്പോ സാറാമ്മയുടെ ഇല്ലാത്തോണ്ട്. ഇനിയിപ്പോ സാറാമ്മയുടെ ഇവിടെ ഉണ്ടെങ്കിലോ? സാറാമ്മയുടെ ഇവിടെ ഉണ്ട്, എനിക്ക് വരാൻ പറ്റില്ല. ഒന്നിനും അമ്മാവനെ കിട്ടില്ല. ഇതെന്താ പറയണേ? അങ്ങനെ ഒന്നല്ലടാ. ഒന്നാമത്തെ ഇപ്പൊ എന്ത് കാര്യത്തിന്? ഇതപ്പൊ മജീദും ജമാലും പിന്നെ സുലുത്തൊക്കെ ഉണ്ടല്ലോ, അവരെ കൂടെ അവിടെ കൊണ്ടോട്ടെ. അയ്യടാ, നമ്മുടെ വീട്ടിൽ ഇത്ര ആളുള്ളപ്പോ എന്തിനാണ് മജീദും സുലും ഒക്കെ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പുണ്ണിയെ, നീ ഒരു വലിയ വണ്ടി തന്നെ വിളിച്ചോ, നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് അവളെ യാത്രയാക്കാം. വലിയ വണ്ടി വേണോ? ആ, നമ്മള് മൂന്നാറിൽ പോയ വണ്ടി മതിയാ? ആ അതായിക്കോട്ടെ. അപ്പൊ നമുക്ക് എല്ലാരും കൂടി എയർപോർട്ടിലേക്ക് ഒരു ഫാമിലി ട്രിപ്പ് ആവാം അല്ലേ? ആ പിന്നെ അല്ലാണ്ട്. എന്തിനാണ് എത്ര വലിയ വണ്ടി? അനന്തനും ഇല്ല, അമ്പിളിയില്ല, ആരും ഇല്ല. അന്ന് നമ്മൾ എല്ലാരും ഉണ്ടായിരുന്നില്ലേ? അല്ല, എന്നാലും ഷായനയുടെ ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ടാവൂലേ? എല്ലാവർക്കും കൂടി പോവാ. എന്തായാലും വിമാനം കേറാനോ പറ്റില്ല. എന്നാ പിന്നെ കൊച്ചിന്ന് പറന്നു പോകണതെങ്കിലും ഒന്ന് കാണാലോ. ചേച്ചിയുടെ മനസ്സിന്ന് ഇപ്പോഴും ഒന്നും പോയില്ലേ? അത് പോകൂല അമ്മാവ. അതിന് ഷായന ദുബായിലെത്തിയാലും അമ്മ അവിടെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. അതാ അമ്മ. പോടാ അവിടുന്ന്. എന്തിനെങ്ങനെ സങ്കടപ്പെടണേ? മോനല്ലേ അവിടെ പോയിട്ടുള്ളത്. എന്തായാലും പോവാൻ പറ്റാണ്ടിരിക്കില്ല. തൽക്കാലം അവന്റെ ഭാര്യ പോട്ടെ. അല്ലെങ്കിൽ ഈ വിമാനത്തിലൊക്കെ കയറുന്നതേ ചെറിയൊരു ശതമാനമുള്ള അമ്മേ. ബാക്കിയുള്ളവരൊക്കെ നാട്ടിലിരിക്കല്ലേ. എനിക്ക് വിഷമൊന്നുമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അമ്മേ, അപ്പുണ്ണേട്ടാ, പങ്കിയമ്മ, അമ്പിളിക്ക് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനാണ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണത്. എടി, ഫോൺ വല്ല സ്വിച്ച് ഓഫ് ആയിരിക്കും. അതെ, ഫോണിൽ 24 മണിക്കൂറും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചോണ്ടിരുന്നാലേ ഫോൺ സ്വിച്ച് ഓഫ് ആവും. ഇനി അതൊന്ന് ചാർജ് ചെയ്യാൻ സമയം കൊടുക്ക്. അങ്ങനെ അല്ല അപ്പുണ്ണേട്ടാ, ഫോൺ സ്വിച്ച് ഓഫ് ആയാലും 5 മിനിറ്റിൽ ചാർജ് ആക്കി എന്നെ തിരിച്ചു വിളിക്കുന്ന അമ്പിളിക്കാ. എന്നാ നീ ഒരു 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യും. വിളിച്ചോളും. 2 മണിക്കൂറായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാ. ഒറ്റ കുട്ടി 2 മണിക്കൂർ നിന്റെ ഭർത്താവിനൊന്നും വിളിക്കാൻ പറ്റാത്തതിലാണോ നീ ഇങ്ങനെ വെപ്രാളപ്പെടണേ? ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ കാര്യങ്ങള്. എന്റെ മോളെ, പണ്ട് ബലരാമേട്ടൻ നാടകത്തിന് പോകുമ്പോഴേ 2 മാസത്തേക്കൊന്നും ഒരു വിവരം ഉണ്ടാവില്ല. ഈ കണക്കിനാണെങ്കിൽ ഞാൻ അന്ന് എത്ര ടെൻഷൻ അടിക്കണം. അമ്മ, ഇതൊക്കെ പണ്ടത്തെ കാര്യല്ലേ. അമ്പിളിക്ക് ഇത്ര നേരം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കാറൊന്നുമില്ല. അതെ, അവനവിടെ വണ്ടി ഓടിക്കേ യാത്രയിലിട്ടായിരിക്കും. ഇന്നല്ലേ നിന്റെ ടിക്കറ്റ് എടുക്കാൻ പോണെന്ന് പറഞ്ഞേ. അതിന്റെ തിരക്കിലായിരിക്കും. അതാ എന്റെ ടെൻഷൻ. അത് ശരി. അപ്പൊ ടിക്കറ്റ് കിട്ടാതാണ് നിന്റെ ടെൻഷൻ, അല്ലാണ്ട് അവനെ കുറിച്ച് ഓർത്തിട്ടല്ല. അങ്ങനെയല്ല, രണ്ടുപേരും ടെൻഷനാ. എന്നാ കുറച്ചു നേരം കൂടി ഒന്ന് ക്ഷമിക്ക്, അവ വിളിച്ചോളും. മോളെ, നീ സമാധാനായിട്ടിരിക്കേ, അവൻ വിളിക്കും. എങ്ങനെയാണോ ഒറ്റയ്ക്ക് അങ്ങോട്ട് കയറ്റി വിടണേ? എന്താ ഫോണിൽ 5 മിനിറ്റ് വിളിച്ചിട്ട് കിട്ടാത്തതിനപ്പൊ ഈ അങ്കേ ഇയാളൊക്കെ എയർപോർട്ടിൽ നിന്നിട്ടേ ലഗേജ് വരാൻ ഇത്തിരി വൈകി അവിടെ കിടന്ന് നല്ല വിളിക്കാൻ ഞാൻ മതി. എന്താടി സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത് ചേച്ചി. പിന്നെ സ്വിച്ച് ഓഫ് ആണോ? വേറെ നമ്പറില്ലേ അമ്പിളേട്ടന്? അമ്പിളിക്ക് വേറെ നമ്പറൊന്നും ഇല്ല, ഒറ്റ നമ്പറുള്ളൂ. അങ്ങനെയല്ലല്ലോ, നാട്ടിൽ വെച്ച് 2-3 നമ്പറൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ വേറെ നമ്പറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ പോയിട്ട് ഈ ഒരൊറ്റ നമ്പറുള്ളൂ, ബാക്കിയൊക്കെ കളഞ്ഞു. നീ ഒരു വോയിസ് മെസ്സേജ് ഇട്ട് നോക്ക്. ചേച്ചി എന്തേ പറയണേ? വിളിച്ചിട്ട് കിട്ടാത്ത ആൾക്ക് വോയിസ് അയച്ചിട്ട് എന്താ കാര്യം? അല്ലാതെ വൈഫൈയിൽ എങ്ങനെ വോയിസ് കേട്ടാലോ? ഞാൻ വോയിസ് ഒക്കെ അയച്ചതാ. അമ്പിളിക്കൊക്കെ എന്തോ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കണേ. പിന്നെ എന്തോ പറ്റിയിട്ടുണ്ട് എടി. ഇപ്പൊ ഫോൺ ഒന്ന് താഴെ വീണ് കഴിഞ്ഞാൽ വിളിച്ചാൽ കിട്ടില്ല, അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അമ്പിളിക്ക് എന്നെ വേറെ നമ്പറിൽ നിന്ന് വിളിക്കൂലേ? ഇത് വിളിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ അമ്പിളിക്കൊക്കെ എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. എടി, വിഷമിക്കണ്ടാന്ന്. പിന്നെ ഞാൻ എന്താക്കണ്ട ചേച്ചി? അമ്പിളിക്ക് എന്നെ വിളിച്ചിട്ടില്ലല്ലോ, എവിടെ പോയി എന്ന് ആർക്കറിയാം? വിളിച്ചോളും, എന്തേലും തിരക്കിലായിരിക്കും. ഇതുവരെ വിളിച്ചില്ലേ മക്കളെ? ഇല്ല അപ്പച്ചി, ഇതുവരെ വിളിച്ചില്ല. അവന്റെ കൂട്ടുകാരുടെ ആരുടെയെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിലോട്ടൊന്ന് വിളിക്കാൻ മേലായിരുന്നോ? കൂട്ടുകാർ
അങ്ങനെ കൂട്ടുകാരുടെ ഒന്നും നമ്പർ എൻ്റെ ഇല്ല. അതൊക്കെ ചോദിച്ചു വെക്കണ്ടേ നീ? ചേച്ചി ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ. അവരുടെ ആരുടെ നമ്പറൊന്നും എനിക്കറിയില്ല, അവരൊന്നും എനിക്ക് പരിചയവും ഇല്ല. ആ പോട്ടെ, നീ വിഷമിക്കാതെ, കുറച്ച് കഴിയുമ്പോൾ വിളിക്കും കേട്ടോ. മക്കള് വിഷമിക്കാതെ. അങ്ങനെയല്ല അപ്പച്ചി, അമ്പിളിക്ക് ആദ്യമായിട്ട് എന്നെ ഇത്ര നേരം വിളിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത്ര പേടി. അടി നീ പേടിക്ക്, ചിലപ്പോ അവന് വേറെ വല്ല അത്യാവശ്യത്തിന് പോയതാണെങ്കിലോ? അത്യാവശ്യത്തിന് പോയതാണെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് വെക്കൂടെ? ഇങ്ങനെ എന്ത് ചെയ്യും? നീ ഇവിടെ കിടന്ന് വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മക്കള് വിഷമിക്കാതെ പോട്ടെ, ഒന്ന് വിളിക്കും. അപ്പച്ചി എന്റെ അമ്പിളിക്കൊക്കെ എന്തെങ്കിലും പറ്റി കാണുമോ? പോകണേ ഇവിടുന്ന്, ആവശ്യമില്ലാത്തൊക്കെ പറയാതെ. ഒന്നും പറ്റിയിട്ടില്ല. പിന്നെന്താ ഇത്ര നേരമായിട്ട് വിളിക്കാതിരിക്കുന്നത്? എന്തെങ്കിലും തിരക്ക് കാണുമോ അവന്? നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കാതെ. ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ, വിഷമിക്കാതെ. ചേച്ചി നീ വിഷമിക്കണ്ട, നമുക്ക് നോക്കാൻ വിളിക്കുമോന്ന്. എനിക്ക് പേടിയാവാ ചേച്ചി. നീ ഇപ്പൊ പേടിക്കൊന്നും വേണ്ട, വിളിക്കും.